ഹായ് ഗായ്സ്, ഞാനില്ലേ ചക്കപ്പായസം ഉണ്ടാക്കാൻ പോണേ. അതിനില്ലേ ഞാൻ അമ്മയുടെ കൂടെ ഞാൻ സഹായിക്കാനുണ്ട്. അതിനാണ് ശർക്കരപ്പാനി, ചക്ക, പഴുത്ത ചക്ക, ഇത് തേങ്ങാപ്പാല്, ഇത് മൂന്നാം പാല്, ഇത് രണ്ടാം പാല്, ഇത് ഒന്നാം പാല്. ഇത് ഒരു 1.5 കപ്പോളം ഉണ്ട് മൂന്നാം പാല്. ഇത് 1 കപ്പ് രണ്ടാം പാല്, 1/2 കപ്പ് ഒന്നാം പാല്. അപ്പൊ നമ്മൾ ഈ ചക്ക 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് ഉണ്ടാക്കാം, എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ മിക്സിയിൽ അരച്ചിട്ട് പിന്നെ വേവിക്കണം. അപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുക്കറിൽ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സാണ് കണ്ടിത്, കണ്ടോ? നമ്മൾ കുക്കറിൽ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ച് ഇതാദ്യം നമുക്ക് വരട്ടിയെടുക്കണം. ഇതിന്റെ വെള്ളമെല്ലാം പോയി നന്നായിട്ട് വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ഒഴിക്കണം. പിന്നെ ചക്കയില്ലേ വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി എന്തിനാ ചക്ക? ഇനി ചക്ക വേണ്ട. അത് കഴിഞ്ഞിട്ട് മൂന്നാം പാലിൽ വേവിക്കണം. അത് കഴിഞ്ഞ് രണ്ടാം പാലിൽ വേവിച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് എടുത്താൽ നല്ല അടിപൊളി ചക്കപ്രഥമൻ റെഡി. പിന്നെ നമുക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ വരട്ടിയിട്ടിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഇനി ഗ്യാസ് കത്തിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ നെയ്യ് എടുത്തു. പിന്നെ നമ്മൾ വെക്കാൻ പോകാം. അപ്പഴ് നമ്മള് നെയ്യ് ഒഴിച്ചു. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പിടാം. ഇത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിനകത്ത് ഇടാകുമ്പോ ഏതെങ്കിലും ഒരു ബൗള്, പൊട്ടുന്ന ബൗളിൽ കുഴപ്പമില്ല. നമ്മളില്ലേ ഇനി പൊട്ടുന്ന പാത്രത്തിൽ കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി അല്ല, ഈ ഏത്തപ്പഴം സോറി നമുക്ക് ചക്ക ഇതിനകത്തോട്ട് ഈ നെയ്യുള്ള പാത്രത്തിലോട്ട് ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റണം. നല്ല കട്ടിയുള്ള പാത്രത്തില് വെക്കാം. പൊട്ടുന്ന പാത്രത്തിൽ വെക്കല് കട്ടിയായിട്ടുള്ള പാത്രത്തിലേ വെക്കാവുള്ളൂ. പൊട്ടുന്ന പാത്രത്തിൽ വെച്ചാൽ എന്തായോ പൊട്ടി തെറിച്ചു. ഞാൻ ഫോണിനകത്ത് കണ്ടതല്ല. ഇനി നമുക്ക് ശർക്കരപ്പാനി വെക്കാവേ. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അത് വഴറ്റി. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് ഞാൻ തമനയിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം മനസ്സിലായി കാണും എല്ലാവർക്കും. ഞങ്ങളുടെ ചക്ക നന്നായിട്ട് മിക്സിക്കകത്ത് അരഞ്ഞില്ലായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് ഇതിൽ കട്ട കെട്ടിയ പോലെ ഒരു ഉണ്ട പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും നമ്മളിതിനെ ഇറങ്ങി തിരിച്ചതായതുകൊണ്ട് തന്നെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചിത് വേവിച്ചതിനകത്ത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചക്ക ഇല്ലേ നൂഡിൽസ് മാതിരി നീണ്ട് കിടക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പം തന്നെ അറിയാം ഇതൊരു ഉണ്ട പോലെ അതിനകത്ത് കിടക്കുന്നു. പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കയുടെയും ശർക്കരയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ്. പായസം കുടിക്കുന്ന അതേ ഫീലിങ്സ് തന്നെയാണ്. പക്ഷേ ഇതാണ് കുഴപ്പം, ഒരു ഉണ്ട പോലെ കിടക്കും ചക്ക. പിന്നെ ഇതിപ്പം ഒന്നാം പാൽ ഒഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒത്തിരി നേരമൊന്നും വെച്ചില്ല. നമ്മൾ അന്നേരം അത് ഓഫ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിനോട് ചേർത്തു. അന്ന ഈ സമയത്ത് അന്നേരത്തേക്ക് ഓടിക്കഴിഞ്ഞു. കൊച്ചു ടി വി കാണാനായിട്ട് ഓടി. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നയോട് ഞാനൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അവളുണ്ടാക്കിയത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോയെന്നറിഞ്ഞാൽ അവൾക്ക് വിഷമമാണ്. അതുകൊണ്ട് അവളോടൊന്നും പറഞ്ഞില്ല. അവൾ അടിപൊളിയാണെന്ന് ഇനി വീഡിയോയ്ക്കകത്ത് ബാക്കി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ ചക്ക പായസം റെഡി. നമ്മൾ 2 ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് മക്കളെ കുറിച്ച് നോക്കാം.
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മക്കളെ ബൈ ബൈ.